പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കൂളംസ് ലോ, അതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ എടുക്കുന്നത്. ഏതൊക്കെയാണ്? കൂളംസ് ലോ പറഞ്ഞു, അതിൻ്റെ വെക്റ്റർ ഫോം എന്താണ്, അതുപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ദെൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് പോകാം. കൂളംസ് ലോന്റെ വെക്റ്റർ ഫോം എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൂളംസ് ലോന്റെ വെക്റ്റർ ഫോം. ഓക്കെ, അപ്പോൾ ഓൾറെഡി പറഞ്ഞു കൂളംസ് ലോ. കൂളംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്. ആ 2 പോയിന്റ് ചാർജസ് എങ്ങനെയായിരിക്കണം? സ്റ്റേഷനറി ആയിട്ടുള്ള 2 പോയിന്റ് ചാർജസ് ആണെങ്കിൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് their charges, magnitude of charges and inversely proportional to square of distance between them. അതിനെയാണ് നമ്മൾ കൂളംസ് ലോ എന്ന് വിളിക്കുക. അപ്പോൾ കൂളംസ് ലോ ജനറലി എക്സ്പ്രഷൻ എന്തായിരുന്നു? F is equal to 1/4πε0 അല്ലേ? 1/4πε0 Q1 Q2 divided by R². ഇതായിരുന്നു കൂളംസ് ലോ എന്ന് പറയുന്നത്. ഇനി വെക്റ്റർ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും കൂടി ഡിഫൈൻ ചെയ്താൽ മതി. അവിടെ ഡയറക്ഷൻ, ആ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്, ഏത് ഡയറക്ഷനാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൂടി പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ആ കാര്യം മാത്രം പഠിച്ചാൽ നമുക്ക് ആ ടോപ്പിക് ആവും. അപ്പോൾ കൺസിഡർ 2 ചാർജസ്. ഓക്കെ, കൺസിഡർ 2 ചാർജസ് QA or Q1 and Q2. Okay, consider 2 charges Q1 and Q2 are separated by a distance R21. Okay, ഇനി R21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ R12 R12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ R എന്ന് എഴുതും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത വെക്റ്റർ ഫോം ആണ്. അപ്പോൾ ഇവിടെ എന്താ R എന്ന് പോരാ, ഇവിടെ R സഫിക്സ് 12. അതായത് R12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ചാർജ് ഫ്രം ഫസ്റ്റ് ചാർജിൽ നിന്നും സെക്കൻഡ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത് R12. ആ കാര്യം അറിയാം. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ചാർജ് ഫ്രം ഫസ്റ്റ്. ദെൻ സിമിലർലി R21 എന്തായിരിക്കും? R21 is the distance of ഫസ്റ്റ് ചാർജ് അല്ലെ? ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ചാർജ് ഫ്രം സെക്കൻഡ്, രണ്ടാമത്തെ ചാർജിൽ നിന്നും ഒന്നാമത്തെ ചാർജ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കും ഈ ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കിവിടെ ഡയറക്ഷൻ കൂടി പറയണം, മാഗ്നിറ്റ്യൂഡ് മാത്രം അല്ല. അപ്പൊ R12 ഈ ഡയറക്ഷൻ, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ R12 എന്ന് പറയുന്നത് ഫസ്റ്റ് ചാർജിൽ നിന്ന് സെക്കൻഡ് ചാർജ് അല്ലെങ്കിൽ മറ്റൊരു സെക്കൻഡ് ചാർജ് ഫസ്റ്റ്. പക്ഷെ ഞാനിവിടെ ഡിഫൈൻ ചെയ്തത് R12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ചാർജ് ഫ്രം ഫസ്റ്റ്. R21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ചാർജ് ഫ്രം സെക്കൻഡ്. ആ കാര്യം അപ്പൊ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കേസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ്, അതായത് Q1 എന്ന് പറയുന്ന ചാർജ് Q2 എന്ന് പറയുന്ന ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഓർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ എമൗണ്ട് എന്തായിരിക്കും? ദാറ്റ് ഈസ് F is equal അല്ലേ? അപ്പൊ നമുക്ക് നോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അയാൾ എന്താ വിളിക്കുക? F12 എന്നല്ല വിളിക്കേണ്ടത്. F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാർജ് സെക്കൻഡ് ചാർജിൽ കൊടുക്കുന്ന ഫോഴ്സ്. ആരായിരുന്നു R12? ഫസ്റ്റ് ചാർജിൽ നിന്നും സെക്കൻഡ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ F12 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ആരാണ് സെക്കൻഡ് ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ചാർജ്. അപ്പൊ F12 is equal to 1/4πε0. അതുപോലെ എഴുതി. 2 ചാർജസ് Q1 Q2 അത് മാറുക, അതുപോലെ ഉണ്ടോ. പക്ഷേ ഇവിടെ എന്തായിരിക്കില്ല? R² അല്ല, എന്തായിരിക്കും അവിടെ? R12² ക്യാപ് ആയിരിക്കും. ഓക്കെ, R12² വെക്റ്റർ സൈൻ ആണ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ആരും ഇട്ട് കൊടുക്കാം അവിടെ R12 ക്യാപ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ പഠിച്ചാണ് അല്ലേ? എക്സ് ഡയറക്ഷൻ നമ്മൾ ലാസ്റ്റ് ടൈം മോഷൻ പ്ലെയിനിൽ യൂണിറ്റ് വെക്റ്റർ പറയുന്നത് എക്സ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് I ക്യാപ്, y ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് J ക്യാപ്, z ഡയറക്ഷൻ യൂണിറ്റ് വെക്റ്റർ ആണ് K ക്യാപ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് വെക്റ്റർ എന്തിനു വേണ്ടിയിട്ടാ? ആ ഡയറക്ഷൻ R12ലേക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. സിമിലർലി F21 എന്തായിരിക്കും? അപ്പോൾ നിങ്ങളുടെ നോട്ട് ചെയ്യണം. എന്ത് നോട്ട് ചെയ്യണം? ആ സെന്റൻസ് ആണ് എഴുതണേ. This is the expression for force acting on ഫസ്റ്റ് ചാർജ് ഫ്രം സെക്കൻഡ്. ഫസ്റ്റ് സെക്കൻഡ് ചാർജിൽ നിന്ന് ഫസ്റ്റ് ചാർജിലേക്ക് ആക്കി ആ സെന്റൻസ് കൂടി എഴുതിയാൽ ബെറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് എഴുതണം. എന്താ പറയുന്നത്? 1/4πε0 Q1 Q2 divided by R12² അല്ല, R12² R21² വെക്റ്റർ ആരും ഉണ്ടാവും R21. അപ്പൊ F12 എന്ന് പറയുന്ന ഫസ്റ്റ് ചാർജ് സെക്കൻഡ് ചാർജിൽ ഫസ്റ്റ് ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഫസ്റ്റ് ചാർജിൽ സെക്കൻഡ് രണ്ടും കിട്ടി. സെക്കൻഡ് ചാർജിൽ ഫസ്റ്റും ഫസ്റ്റ് ചാർജിൽ സെക്കൻഡ് ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇവിടെ എന്താ മാത്രം? ഡയറക്ഷൻ.
ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇവിടെ എന്ത് ഫോഴ്സാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2. ഈ സെക്കൻഡ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. അതായത് ഈ R12 എന്ന് പറയുന്ന വെക്റ്റർ ആർക്ക് ഈക്വൽ തന്നെയാണ്, R21 ഈക്വൽ തന്നെയല്ലേ? ഈ എമൗണ്ട് എത്രയാണോ അതിനെ R12 എന്ന് പറയുന്ന എമൗണ്ട് R21 എന്ന് പറയുന്ന എമൗണ്ട് തന്നെയാണ്, ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ഒരാൾ ഈ ഡയറക്ഷനിലാണ്, മറ്റൊരാൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഒരു മൈനസ് സൈൻ കൊടുത്തു. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 Q1 Q2 ഡിവൈഡഡ് R12 സ്ക്വയർ എനിക്ക് എന്താക്കാം? R21 സ്ക്വയർ ആവും അല്ലേ? അതായത് ഇവിടെ സിംപ്ലിഫൈ പറഞ്ഞാൽ R12 ക്യാപ്പ് എന്ന് പറയുന്നത് മൈനസ് R21 ക്യാപ്പ് ആണ്. അപ്പോൾ ഇവിടെ R21 പകരം ഇവിടെ R12 സ്ക്വയർ ആവും. ഇവിടെ R12 ക്യാപ്പ് ആവുമ്പോൾ ആരുണ്ടാവും? ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. F12 F21 കാണിക്കാൻ വേണ്ടി ഒരാൾ ഐ ആണ്, മറ്റാൾ മൈനസ് ഐ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം അവിടെ നോക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ ഇതാണ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 സ്ക്വയർ R12 ക്യാപ്പ് അതാണ് F12. അപ്പോൾ അയാൾ പറഞ്ഞു. അപ്പോൾ പുറത്താരുണ്ട്? നെഗറ്റീവ് സൈൻ അല്ലേ? അപ്പോൾ ഇയാൾ എന്ത് കൊടുക്കാം? F12 വെക്ടർ ദാറ്റ് ഈസ് LHS ആരാ? F21 വെക്ടർ ദാറ്റ് ഈസ് F21 വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് F12 വെക്ടർ. അതിന്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇത് കാണുമ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ ഏതെങ്കിലും ഇക്വേഷൻ ആയിട്ട് ഓർമ്മ വരുന്നുണ്ടാവും. അതായത് FAD is equal to minus FBA or F12 is equal to minus F21 വെക്ടർ. ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്ടന്റെ തേർഡ് ലോ. അപ്പോൾ ഒരു കാര്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, എന്താ കൂളംസ് ലോ എന്ന് പറയുന്നത്? നമ്മൾ കൂളംസ് ലോ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ തേർഡുമായിട്ട് ഇൻ അക്കോർഡൻസ് എന്ന് പറയാറുണ്ട്. കൂളംസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂട്ടൻസ് തേർഡ്. അതിന്റെ പ്രൂഫ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രൂഫ് ഒന്ന് എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കൂളംസ് ലോന്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ ഡയറക്ഷൻ കൂടെ അവിടെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് ആരാ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് സൈഡിൽ എങ്ങനെയുണ്ടാവും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇത് വരുന്നുണ്ടാവും, ഒരു ടോപ്പിക് വരുന്നുണ്ടാവും. ലാസ്റ്റ് പഠിച്ചിട്ടുള്ള +1 ഫിസിക്സിലെ ഫൈനൽ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ വേവ്സിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. 2 വേവ്സ് ആഡ് ചെയ്യുന്ന കേസിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, നോട്ട്സ്, ആന്റി നോട്ട്സ്, ബീറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചാർജിന്റെ കേസിലാണ്. അപ്പോൾ ശ്രദ്ധിക്കാം. അതായത് കൺസിഡർ സിസ്റ്റം ഓഫ് ചാർജസ്. ഇതൊരു സിസ്റ്റം ആണ്. സിസ്റ്റം ഓഫ് ചാർജസ് എന്താ? ഒരു ചാർജ് അല്ല, ഒന്നിൽ കൂടുതൽ ചാർജ്, മോർ ദാൻ 1 ചാർജ്. അപ്പോൾ ഒരു ചാർജ് ഇവിടെ Q1 ഒരു ചാർജ്, മറ്റൊരു ചാർജ് വിളിക്കാം Q2, Q3, Q4, Q5. ഓക്കെ, എക്സെട്രാ n ചാർജിന് n ഉണ്ടാവും. അപ്പോൾ ജനറലി ഞാൻ 5 ചാർജ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. Q1, Q2, Q3, Q4 ആൻഡ് Q5. അപ്പോൾ എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. അതായത് ഈ Q1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ 2 ചാർജുകളില്ല എന്ന് വിചാരിക്കും. ബാക്കി Q3, Q4, Q5 ആക്സിഡന്റ് ആണ്. ഇവ രണ്ടാം കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 2 ചാർജിന് ഷോർ ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്തോ ലൈറ്റ് ചാർജസ് ഓർ അൺലൈറ്റ് ചാർജസ് എന്തോ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടാവും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ Q2 കാരണം Q1 ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൽഷൻ ഉണ്ടാവും. Q3 കാരണം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൽഷൻ, Q4, Q5, Q6 കാരണം റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ അയാൾ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ഈ Q2 നിന്ന് Q1 ഈ ഡിസ്റ്റൻസ്, ഓക്കെ, Q2 അതിന് Q1 ഉണ്ടാവുന്ന നെറ്റ് ചാർജ് നെറ്റ് ഫോഴ്സ് എത്ര? Q1 ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര ഉണ്ടാകും? ഓക്കെ, ഒരു ചാർജ് അല്ല, മോർ ദാൻ 1 ചാർജ് ആണെങ്കിലാണ് സൂപ്പർ പൊസിഷൻ. ഒരു ചാർജ് ആണ് പ്രശ്നമില്ല, കഴിയില്ലല്ലോ, നമ്മൾ കൂളംസ് ലോ. അപ്പോൾ കൂളംസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ആര് എന്ന് പറയുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ മോർ ദാൻ 1 ചാർജ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും ഏതെങ്കിലും ചാർജിൽ? അപ്പോൾ Q1 ആണെങ്കിൽ Q1 ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന്റെ എമൗണ്ട് എത്ര? അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് Q1 ഫ്രം Q2 അയാൾ എന്ത് വിളിക്കാം? ഫസ്റ്റ് ഏരിയ R21 അല്ലേ? സെക്കൻഡ് ചാർജിൽ നിന്നും ഫസ്റ്റ് ചാർജിലേക്ക്. Q3 നിന്നും Q1 എത്ര? R31, 3 നിന്നും 1 സിമിലർലി Q4 എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ 4 നിന്നും 1 അപ്പോൾ ഡയറക്റ്റ് ആവും R41. ഇനി അഞ്ചാമത്തെ ആളുണ്ടെങ്കിലോ R5
F1. ഇനി ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് so total force acting on first charge, that is total force acting on first charge. ഞാനിവിടെ എടുക്കുന്നത് Q1 എന്ന് പറയുന്ന ചാർജിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് ആണ്. Q2 Q3 എന്താ, അപ്പോൾ എനിക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒരു ഐഡിയ തരിക മാത്രമാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ചാർജ്, ദാറ്റ് ഈസ് F net or F total. Okay, F total ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്? Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ടാവുമല്ലോ, Q3 ഉണ്ട്, Q4 Q5 അങ്ങനെ ഓരോ ആൾക്കാരും Q1 ആക്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ ഓരോ ഫോഴ്സും ആഡ് ചെയ്യണം. അപ്പോൾ അതിനാണ് വിളിക്കുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ചാർജ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ചാർജ്. ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഓരോ ഇൻഡിവിജ്വൽ ചാർജസ് ഫസ്റ്റ് ചാർജിൽ കൊടുക്കുന്ന ഫോഴ്സ് അതിന്റെ അൾജിബ്രൈക് സം ഉണ്ടാവും മതി. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ F total is equal to F21. What is F21? This is the force acting on first charge due to second one. That is F21 plus similarly F31 plus F41 plus F51. Okay, ഇതായിരിക്കും അവിടെ ഉണ്ടാവുന്ന സൂപ്പർ പൊസിഷൻ എമൗണ്ട് എന്ന് പറയും. അപ്പോൾ F21 എന്താ? F21 എന്ന് പറയുമ്പോൾ 1/4πε0 Q1 Q2 divided by R12 vector square. Okay, similarly F31 ഉണ്ടാവും, similarly F41 ഉണ്ടാവും, similarly F51 ഉണ്ടാവും. അപ്പോൾ ഈ പ്രോസസ്സ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓരോ ചാർജ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഓരോ ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ചാർജ്. ഇനി ഇതേപോലെ Q2 ആണ്, Q2 ആക്റ്റീവ് അല്ലേ, ഇവിടെ മറ്റൊരു ചാർജ് കൊണ്ട് വെച്ചാൽ ഷുവർ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ Q2 ഫോഴ്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ Q1 കാരണം എത്ര, Q3 അങ്ങനെ ഓരോ ഇതൊരു കേസ് വിചാരിക്കും. ഇപ്പോൾ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ മറ്റൊരു ചാർജ് കൂടി ഉണ്ടായിരുന്നു, ആ ചാർജിനെ കൂടി ഞാൻ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എക്സ്റ്റേണൽ ഉണ്ടായിരുന്ന ഒരു ചാർജ് കൂടി ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾ വീണ്ടും F21 F31 കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ കിട്ടിയിട്ടുള്ള സംതിങ് ന്യൂട്ടൺ ഉണ്ടാവില്ലേ, ആ സംതിങ് ന്യൂട്ടൺ പ്ലസ് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഫൈനൽ വന്നിട്ടുള്ള F61 കൂടി ആഡ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ F71. അപ്പോൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ടോട്ടൽ ഫോഴ്സ് ഓഫ് നെറ്റ് ഫോഴ്സിന് കൂടെ ഇനി വരുന്ന ആൾക്കാർ നിങ്ങൾ ആഡ് ചെയ്താൽ. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എനി ചാർജ്, ഏത് ചാർജ് ആവാം, ഒരു എക്സാമ്പിൾ മാത്രമാണ് ഫസ്റ്റ് ചാർജ്, is the algebraic sum of total force acting on first charge or single charge or any charge is the algebraic sum of force due to individual charges. ഓരോ ചാർജ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇൻഡിവിജ്വൽ ചാർജും ആ ചാർജിന് കൊടുക്കുന്ന ഫോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ചാർജിന്റെ ടോട്ടൽ ഫോഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ വിളിക്കുക സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ പറഞ്ഞ കാര്യം കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം ഡിസ്കസ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ആര്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂളംസ് ലോയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ ഈ വീഡിയോയിൽ ഇലക്ട്രിക് ഫീൽഡ് വരെയാണ് ഡിസ്കസ് ചെയ്യും. ഈ ടോപ്പിക് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ചാർജ് അല്ലേ, ഫസ്റ്റ് വീഡിയോയിൽ ഓർമ്മയുണ്ടോ? ചാർജിനെ ഡിഫൈൻ ചെയ്ത് ആരെ കണക്ട് ചെയ്ത മാസ്. കൂളംസ് ലോ പറയുമ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിംപ്ലി ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ കണക്ട് ചെയ്യുന്ന ഫീൽഡ് ആരായിരിക്കും? ഗ്രാവിറ്റേഷൻ ഫീൽഡ്. എന്തായാലും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മാസ് ഉള്ള അല്ലേ, ഞാനാണെങ്കിൽ എനിക്ക് മാസ് ഉണ്ട്. ഇപ്പോൾ മാസുള്ള ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡിക്ക് ചുറ്റും സെർട്ടൻ റീജിയൻ ഓർ സ്പേസ് അറൗണ്ട് എ ബോഡി ഓഫ് മാസ് എം മാസുള്ള ഏത് ബോഡിക്ക് ചുറ്റും എന്നുണ്ടാവും ഒരു ഫീൽഡ്. ആ ഫീൽഡിന് എന്താ വിളിക്കുക? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ മാസ് ഇപ്പോൾ ഇയാളാണെങ്കിൽ മാസ് ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഇതിനൊരു സെർട്ടൻ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. അതായത് മറ്റൊരു മാസ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ജസ്റ്റ് ഇയാളാണ് എം മാസുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ മറ്റൊരു മാസുള്ള ഒരാൾ, അതായത് മറ്റൊരു ബോഡി സെർട്ടൻ മാസ് എം ഡാഷ് എന്ന് പറയുന്ന ഒരാൾ ഇതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഓൾറെഡി ഉണ്ടായിരുന്ന ബോഡി ഇപ്പോൾ വരുന്ന മറ്റൊരു ബോഡിക്ക് എഫക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെർട്ടൻ ഫോഴ്സ്, എന്ത് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വരുന്ന ഒരാൾക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ എൻ്റർ ചെയ്തിട്ടുള്ള മാസ് എവിടെ എത്തിയിട്ടുണ്ട്? ഇയാളുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്
ഫീൽഡിലായിരിക്കും. അപ്പോൾ ആ കാര്യം അറിയുക. അപ്പോൾ അതാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അത് അങ്ങനെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നായിരിക്കും. അപ്പോൾ ചാർജ് ആണ് അല്ലേ. അപ്പോൾ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ചാർജിന് ചുറ്റുള്ള സർട്ടൻ റീജിയൻ ഓർ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ. അപ്പോൾ എന്തുമാത്രം പോരാ, ഇതൊരു ചാർജാണ്. സിമിലർലി ക്യൂ എന്ന് വിളിക്കാം. ഈ ചാർജ് ഇവിടെ ഒരു ചാർജ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ചാർജ്. അപ്പോൾ ഈ ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റീജിയൻ ഓഫ് സ്പേസ്, സർട്ടൻ റീജിയൻ. ഓക്കെ, അതായത് ഈ സർട്ടൻ റീജിയനിലൂടെ വരുന്നത്, അതായത് ഇലക്ട്രിക് ഫീൽഡ്, ഈ റീജിയൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? മറ്റൊരു ചാർജ്. ഓക്കെ, ഇയാൾ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആയിരിക്കും, ഇയാൾ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ, മറ്റൊരു ചാർജ് സ്മോൾ ലെറ്റർ ക്യൂ ഇതിന്റെ ഉള്ളിലെത്തണം. ഉള്ളിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ചാർജ് ഇയാളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സ്റ്റുഡൻസിലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇയാൾ ഇവിടെ ആണെങ്കിലോ, ഇവിടെ വിചാരിക്കും ഇയാൾ ഒരു ഫോഴ്സ്, ഒരു ബന്ധുല്ല, ഇൻഫിനിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു ബന്ധുല്ല, അതായത് ഇയാളുടെ ഒരു റീജിയൻ ഒന്നല്ല അയാൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇയാൾ ഒരു നെക്സ്റ്റ് ഒരു ടെസ്റ്റ് ചാർജ് വിളിക്കാം. ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ക്യൂ എന്ന് പറയുന്ന ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ ഈ ടെസ്റ്റ് ചാർജ് ക്യൂ ഇയാളുടെ ഇലക്ട്രിക് ഫീൽഡിൽ എൻ്റർ ചെയ്തു. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇപ്പോൾ അയാൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇയാൾ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിലോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലോ അയാൾ എവിടെയോ ആണല്ലോ, ഇലക്ട്രിക് ഫീൽഡിലൊന്നും അല്ല ഉള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീജിയൻ ഓഫ് സ്പേസ് അറൗണ്ട് ആൻ ഇലക്ട്രിക് ചാർജ് എന്തായിരിക്കണം? ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് ഒരു ചാർജ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ റീജിയൻ ഓഫ് സ്പേസിനെയാണ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇലക്ട്രിക് ഫീൽഡ് നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പറയാം. സെയിം തന്നെയാണ് ഓൾമോസ്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ചാർജ്, അപ്പോ ഇയാളൊരു ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ക്യൂ എന്ന് വിളിക്കാം, സോഴ്സ് ചാർജ് എന്ന് വിളിക്കാറുണ്ട്. സോഴ്സ് ചാർജ് നോട്ട് ചെയ്യാം, സോഴ്സ് ചാർജ്. അപ്പൊ ഈ സോഴ്സ് ചാർജിന് ഒരു ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ, അപ്പൊ ആ ഫീൽഡിൽ വരികയാണെങ്കിൽ ഷുവറായിട്ടും മറ്റൊരു ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ ഫീൽഡിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഫോഴ്സ് എന്തായാലും കൊടുക്കും അല്ലേ? ഷുവർ അല്ലേ? അപ്പോ ഇവിടെ പറഞ്ഞ കാര്യം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചത് ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൂളോം ചാർജിന് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും? ക്ലിയർ ആയ? ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന് സർട്ടൻ എഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണിച്ചിട്ടുണ്ട് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതല്ല ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. 1 കൂളോം ചാർജ്, ക്യൂ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് എത്രയാവാം? 1 കൂളോം ചാർജിന് എത്ര ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്? അപ്പോൾ 1 കൂളോം ചാർജ് ചെയ്യണമെങ്കിൽ ഫോർ 1 കൂളോം, ഓക്കെ, 1 കൂളോം ചാർജിനാണെങ്കിൽ എന്ത് ചെയ്താൽ പറ്റും? ഫോഴ്സ് F/Q ചെയ്താൽ മതി. അപ്പോൾ 1 കൂളോം ചാർജ് ഉണ്ടാവുന്ന അല്ലെ 1 കൂളോം ചാർജിന് ഈ സോഴ്സ് ചാർജ് കൊടുക്കുന്ന സോഴ്സ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഫോഴ്സിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ വിളിക്കുക. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? F/Q. ഈസ് ഈക്വൽ ടു F/Q. ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1 കൂളോ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 1 കൂളോ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ക്യൂ എന്ന് പറയുന്ന ചാർജിന് എത്ര ഫോഴ്സ് ഉണ്ട്? എഫ് ഉണ്ട്. അപ്പൊ 1 കൂളോ ചാർജിന് എത്ര ഉണ്ടാവും? F/Q കോമൺ ആണല്ലോ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ കിട്ടി, നോട്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു F/Q. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓർ ഇലക്ട്രിക് ഫീൽഡ്, പ്രശ്നമൊന്നുമില്ല. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോരാ, ആരെന്താ പറയണം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ആൻഡ് Q is the test charge. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വരുന്ന ചാർജ് ക്യൂ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് ഒക്കെ വരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ചാർജ് അത്രത്തോളം മൈന്യൂട്ട് ആയിരിക്കണം. എന്താ കാരണം? ഈ ക്യൂ ഇവിടെ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിലാണല്ലോ ഇയാൾ വന്നിരിക്കുന്നത്. ഇനി ഈ ക്യൂവിന്റെ മാഗ്നറ്റിക് ചാർജിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇയാൾക്കും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല അല്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ഇറ്റ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ക്യൂ എന്ന് പറയുന്ന വാല്യൂ ടെസ്റ്റ് ചാർജ് അത്രത്തോളം മൈന്യൂട്ട് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത് പെട്ടെന്ന് ആ മൈന്യൂട്ട് ആണെന്നുള്ള കേസ് ഇക്വേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലിമിറ്റ് Q ടെൻസ് ടു 0 F/Q കൊടുക്കും. ലിമിറ്റ് Q ടെൻസ് ടു 0 F/Q. അതിന് മീനിങ് എന്താ?
ഇവിടെ നിങ്ങൾ എടുത്തിരിക്കുന്ന ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഏതിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്? സീറോയില്. അതായത് ഏകദേശം നിയർ ടു സീറോ, സീറോ എന്ന് പറയുന്ന വാല്യൂടെ അടുത്ത് അത്രത്തോളം ചെറുതാണെന്നുള്ള കേസ് ഓർമ്മിക്കുക. അപ്പോൾ ഈസ് ഈക്വൽ ടു പ്രോപ്പർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ക്യൂ ടെൻസ് ടു സീറോ എഫ് ബൈ ക്യൂ ആണെന്നുള്ള കേസ് ഓർമ്മിക്കുക. എക്സ്പ്രഷൻ കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? ഷുവർ ആയിട്ടും എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം. നോട്ട് ചെയ്യാം. എസ് ഐ യൂണിറ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിയാൽ അതിന്റെ എക്സ്പ്രഷൻ നോട്ട് ചെയ്യണം. ദെൻ സ്കേലാർ ഓർ വെക്ടർ ആണെന്ന് നോട്ട് ചെയ്യണം. യൂണിറ്റ് നോട്ട് ചെയ്യണം. ഡയമെൻഷണൽ ഫോർമുല നോട്ട് ചെയ്യണം. അതുപോലെ എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ കിട്ടി. എന്താ യൂണിറ്റ്? ന്യൂട്ടൺ പെർ കൂളോം. എന്താണ് ന്യൂട്ടൺ പെർ കൂളോം? എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കൂളോം. ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ കൂളോം. പിന്നെ എന്തുകൊണ്ട് പറയാം? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഒരു കാര്യം നോട്ട് ചെയ്യണം. എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആവുമ്പോൾ എന്തുകൊണ്ട് പറയണം? അവിടെ ഡയറക്ഷൻ കൂടി പറയണം അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ ഒരു പോസിറ്റീവ് ക്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ്, ക്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ വരുന്ന ടെസ്റ്റ് ചാർജിൽ കൊടുക്കുന്ന ഫോഴ്സ്, ഇയാളൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവില്ലേ അല്ലേ? ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് വരുക, ഇയാൾ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. ഇവിടെ എന്തുണ്ടാവും? റിപ്പൾസീവ് ഫോഴ്സ് ഈ ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഡയറക്ഷനിലാണ്, ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് എങ്കിൽ ഈ ഡയറക്ഷനിൽ തന്നെയാണ് ആരുണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫോഴ്സ് ക്യൂ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ചാർജ്, ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഇ ആൻഡ് എഫ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടാളും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ള കേസ് അവിടെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. എസ് ഐ യൂണിറ്റ് കിട്ടി, എക്സ്പ്രഷൻ കിട്ടി. പിന്നെ ഒരു കാര്യം കൂടി വേണമെങ്കിൽ പറയാം, ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും ഡയമെൻഷണൽ ഫോർമുല? അപ്പോൾ എൻട്രൻസ് എക്സാമിനൊക്കെ ഡയമെൻഷണൽ ഫോർമുല ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ അല്ലെ? ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വെക്റ്റർ സൈൻസ് കൊടുക്കാം. ഈ വെക്റ്റർ ഈസ് ഈക്വൽ ടു എഫ് വെക്റ്റർ ഡിവൈഡ് ബൈ ക്യൂ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ പഠിച്ചതാണ് mlt റൈസ് ടു മൈനസ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല mlt റൈസ് ടു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്, ചാർജ് എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് അല്ലെ? നമുക്ക് ഫോഴ്സിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ് തന്നെയാണ്, പക്ഷെ ഓൾറെഡി പഠിച്ചോണ്ട് എഴുതി. We know I is equal to Q by T ആണ്. ലോവർ ക്ലാസ് പഠിച്ചു I is equal to Q by T. ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യും അതിനാണ് നമ്മൾ വിളിക്കുക ഇലക്ട്രിക് കറന്റ്. I is equal to Q by T ആണെങ്കിൽ Q is equal ആയിരിക്കും I into T. ഓക്കെ, I എന്ന് പറയുന്നത് ഇലക്ട്രിക് കറന്റ് ആണ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. ടൈം ഓൾവേസ് SI യൂണിറ്റ്. അപ്പോൾ I into T. I എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല I തന്നെ. T സ്മോൾ ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ T. അപ്പൊ ഇയാളൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്റർചേഞ്ച് റീഅറേഞ്ച് ചെയ്താൽ ആൻസർ കിട്ടില്ലേ? ന്യൂമറേറ്ററിൽ mlt റൈസ് ടു മൈനസ് 2, ഇയാൾ മുകളിലേക്ക് രണ്ടാൾക്കാർ മുകളിലോട്ട് പോകുമ്പോൾ ഇയാൾ I റൈസ് ടു മൈനസ് 1, ഈ T മുകളിലേക്ക് പോകും. അപ്പൊ T റൈസ് ടു മൈനസ് 1, ഓൾറെഡി T റൈസ് ടു മൈനസ് 2 ഉണ്ട്. അപ്പോൾ T റൈസ് ടു മൈനസ് 3. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല കൂടി അവിടെ നോട്ട് ചെയ്യാം. എക്സാമിന് റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ, എന്നാലും എൻട്രൻസ് എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ mlt റൈസ് ടു മൈനസ് 3, I റൈസ് ടു മൈനസ് 1. അപ്പൊ ഓരോന്നും നമുക്ക് ഡിറൈവ് അവിടെ തന്നെ ചെയ്തു നോക്കാം. അപ്പോൾ ലാസ്റ്റ് വേറെ തന്നെ പഠിക്കാൻ ആക്കണ്ട. അപ്പോൾ അതിന്റെ കൂടെ തന്നെ എൻട്രൻസ് പോയിക്കൂടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ കിട്ടി. SI യൂണിറ്റ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ദ ഡയമെൻഷണൽ ഫോർമുല ഈസ് mlt റൈസ് ടു മൈനസ് 3, I റൈസ് ടു മൈനസ് 1 ആയിരിക്കും. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി വേണമെന്നില്ല. നമുക്ക് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഓക്കെ, ഈസ് ഈക്വൽ എഫ് ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഓക്കെ, ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. അതായത് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ കൂടി എഴുതിയാണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താ? 1/4πε0. നമുക്ക് വേണമെങ്കിൽ Q into Q divided by R square. അതായത് Q into Q നേരത്തെ പഠിച്ച ഫിഗർ. ഇയാളാ ക്യാപിറ്റൽ Q ആണ് സോഴ്സ് ചാർജ്. ഈ സോഴ്സ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിലാണ് ആരെ കൊണ്ടുവച്ചിരിക്കുന്നത്? Q എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ Q എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ്. അങ്ങനെ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഈ പോസിറ്റീവ് ക്യാപിറ്റൽ Q സ്മോൾ ലെറ്റർ Q എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അതാണല്ലോ ഇയാൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫോഴ്സ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ 1 കൂളോം ചാർജിന് എത്ര ഫോഴ്സ്? അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F by Q. ആരെ കൊണ്ടുവച്ചിരിക്കുന്നത്? Q എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന്. അപ്പൊ എന്ത് കൊടുക്കാം? F ആരാ?
1/4 pi epsilon 0 q into q divided by r square. ആരും കൂടി ഉണ്ട് q ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്താണ് q ചെയ്യുന്നത്? q ചാർജിന് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഇത്ര. q എന്ന് പറയുന്ന സ്മോൾ q എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന് ഇത്ര ഫോഴ്സ്. അങ്ങനെ 1 കൂളോം ചാർജിന് ഡിവൈഡ് ബൈ q അല്ലേ? ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എത്ര കിട്ടും? ചെയ്തോ. എത്ര ഉണ്ടാവും? 1/4 pi epsilon 0 q divided by r square. This is the another expression for electric field. അതായത് ഇലക്ട്രിക് ഫീൽഡ് another expression അല്ല, പ്രോബ്ലം. അതായത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ചിലപ്പോൾ ഈ ഇക്വേഷൻ ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോബ്ലം ചെയ്യാനൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 q by r square എന്ന് പറയുന്ന ഈ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അവിടെ നോട്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താ? The region or space where electric charges experiences an electrostatic force എന്ന് പറയാം. എക്സ്പ്രഷൻ അവിടെ പഠിക്കുക. ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താ സ്കേലാർ ആണോ? അല്ല, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് പഠിക്കുക, ഡയമെൻഷണൽ ഫോർമുല പഠിക്കുക, ഇക്വേഷൻ നോട്ട് ചെയ്യുക. പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്, അത് ഇവിടെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂളംസ് ലോന്റെ വെക്റ്റർ ഫോം. അവിടെ കൂളംസ് ലോ ന്യൂട്ടന്റെ തേർഡിലുമായിട്ട് ഇൻ അക്കോർഡൻസിലെ പ്രൂഫ് ചോദിക്കാറുണ്ട്, അത് പഠിക്കുക. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അത് അവിടെ കാണിക്കുന്ന സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കൂളംസ് ലോ വെച്ചിട്ട് പറയാൻ പറ്റും എന്നുള്ള കേസ് അവിടെ നോട്ട് ചെയ്യാം. ദെൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ബാക്കി ഇനി വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അതുമായി ഇലക്ട്രിക് ഡൈപോളൊക്കെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.